ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെന്നുള്ളത് പുതിയാപ്പ അമ്പലത്തിലാണ്. അമ്മയും അബിയും ഏട്ടനും കുഞ്ഞുമാണുള്ളത്. അപ്പം നമ്മൾ എല്ലാ വർഷത്തെയും പോലെ ഉത്സവം തീരുന്നതിന് 2 ദിവസം മുന്നെയാണ് വന്നത്. ഉത്സവം തുടങ്ങിയിട്ട് ഒരാഴ്ചയോളമായി. അപ്പോൾ അവിടെ പതിവ് പോലെ തന്നെ ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം, ഇനി അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഏകദേശമാണ് പറഞ്ഞത്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആളുകൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ വണ്ടി അത്യാവശ്യം നല്ല വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാനും അബിനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നടന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരും വണ്ടി സൈഡാക്കി ഓരോ നടന്ന് വരുമായിരുന്നു കേട്ടോ. വണ്ടി അല്ലാതെ പോകാൻ നല്ല പ്രയാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. നടക്കുമ്പോൾ അങ്ങനെ ദൂരമൊന്നും അറിയില്ല. കുറേ കഥയൊക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അറിയില്ല. പിന്നെ എല്ലാവരും നടക്കുന്നുണ്ട്, എല്ലാവരുടെ കയ്യിലും ഫോണും വീഡിയോസുമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നു. അപ്പോൾ അവിടെ പോയപ്പം ഇന്നെന്തോ ഗാനമേള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയത് 8:30ക്കാണ്. ഞങ്ങൾ തിരിക്കുന്നത് ഒരു 10:30ക്കാണ്. 10:30 വരെ അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ ഇവിടെ നിന്നല്ല, വരുന്ന വഴി ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ. ഏതൊക്കെ വഴിയിലൂടെ വന്ന വഴിയൊക്കെ ബ്ലോക്കായിരുന്നു. അത്രയും തിരക്കായിരുന്നു ഇന്നത്തെ റോഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പം ഏട്ടൻ്റെ വലിയച്ഛനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. ഇപ്രാവശ്യം അച്ഛമ്മനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കാരണം അച്ഛമ്മയ്ക്ക് പണ്ടത്തെ പോലെയല്ല, അങ്ങനെ വരാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് അച്ഛനും അച്ഛമ്മയും വീട്ടിലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഇതേ പോണം തന്നെയാണ് വന്നത്. ഉത്സവത്തിന് 2 ദിവസം മുന്നെയാണ് കഴിഞ്ഞ വർഷം വന്നത്. ആ സമയത്ത് എന്തോ മെഗാ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛമ്മനെ കൊണ്ടുവരികയോ അച്ഛമ്മനെ ഇരുത്തുകയോ അത് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് വീട്ടിലാക്കിയിട്ട് പോകുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ കുട്ടിക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു അതിൽ കയറണം എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിൽ കയറ്റാൻ പറ്റില്ല. അവന് കളിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അതുകൊണ്ട് അതിൽ കയറ്റിയിട്ടില്ല. അതിന് കുറേ പിണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിണക്കം മാറ്റാൻ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷെ കുഞ്ഞിന് ഐസ് കൊടുക്കലില്ല. ഐസിൻ്റെ ആ ബിസ്ക്കറ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. അത് കൊടുക്കാത്തതുകൊണ്ട് മാത്രമല്ല, അവന് ഇഷ്ടമില്ല. അവനിപ്പോൾ നമ്മൾ ഐസ്ക്രീം മൊത്തമാകെ വാങ്ങിച്ചിട്ട് അവൻ ഐസ് കഴിക്കുന്നില്ല, തണുപ്പുള്ള സാധനങ്ങൾ കഴിക്കുന്നില്ല. അപ്പോൾ ആ ബിസ്ക്കറ്റ് കൊടുത്തു. എല്ലാവരും പറയുന്നുണ്ട് ഇവൻ പാവല്ലേ കൊടുത്തൂടെ എന്നൊക്കെ. പക്ഷേ എല്ലാവരും കഴിക്കുമ്പോൾ അവന് മാത്രം ഇത് കൊടുത്തപ്പോഴേ, പക്ഷേ അവനത് കഴിക്കലില്ല. ഇത് പിന്നെ ജാനിമോളാണ്. ജാനിമോളും വല്യമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നടക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു കാര്യമായിട്ട്. തിന്നാനാണ് കേട്ടോ പുറത്ത് പോകുന്നത്. രാത്രി പുറത്ത് പോകുന്നത്, ഉത്സവത്തിന് പോകുന്നതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ തിന്നാനാണ്. പിന്നെ ഗാനമേള തുടങ്ങിയിട്ടില്ല, നോക്കിയിരിക്കാനാണെങ്കിൽ ഗാനമേള തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പം അവിടെ പോയിട്ട് ഗ്രീൻ പീസ്, ബജ്ജി, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുഞ്ഞുന് വിശക്കും. ഏകദേശം സമയം 9 മണി ആവാനായില്ല. അവന് ഭക്ഷണം കൊടുക്കുന്ന സമയമായി. അപ്പോൾ ഓനൊരു ബ്രെഡും ഈ ഓംലേറ്റും സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓൻ ഇത് കഴിക്കുന്നില്ല. കാരണം ഓൻ ഇതുവരെ ഞാൻ ഇറച്ചിയോ മീനോ എഗ്ഗോ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം 3 ദിവസമായിട്ട് ഇപ്പോൾ അവന് ഞാൻ എഗ്ഗ് കൊടുക്കാൻ തുടങ്ങി. ഈ വൃശ്ചികത്തിൻ്റെ നോൽമ്പ് കഴിഞ്ഞേരെ ഞാൻ എഗ്ഗ് കൊടുത്തിട്ടാണ് ആ നോൽമ്പ് മുറിച്ചത്. അവൻ അപ്പോഴാണ് ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. അപ്പം ഇത് കൊടുത്തിട്ട് അവന് ഇഷ്ടപ്പെടുന്നില്ല. ഇനി മെല്ലെ മെല്ലെ കൊടുത്ത് ഓനാക്കി കൊണ്ടുവരണം ഇതൊക്കെ. അപ്പം ഇത് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് കൊടുത്തില്ല. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വിശക്കാൻ ഏകദേശം സമയമായി. നമ്മൾ സ്ഥിരം ആ ഒരു സമയത്ത് കഴിച്ച് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ അത് കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ചുകൂടി നടന്നു. അവിടെ പോയപ്പോൾ കുറച്ചുകൂടി നടന്നപ്പം ഇവൻ ഗ്രീൻ പീസിന് ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് വാങ്ങിയിട്ട് ഇവൻ എന്ത് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. കാണിക്കുന്ന പോലെ അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഈ സൗണ്ട് മ്യൂട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര സൗണ്ടാണ്, ആളുകളെ കൊണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഒരു സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത്. അവിടെ ഒരു എന്താ പറയുക, ഈ ക്ഷേത്രം ഉണ്ടായ കഥകളും അതിൻ്റെ ആ പ്രതിഷ്ഠ കിട്ടിയ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഈ എഗ്ഗ് കഴിച്ചു, ഗ്രീൻ പീസ് കഴിച്ചു, അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾ കഴിച്ചതിലുള്ളൊരു സാധനമാണ്, ഇവിടെ എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ട് കഴിക്കുന്നില്ല. പക്ഷേ ഈ ചോളം ഉപ്പിലിട്ടത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കത് കഴിക്കണം എന്നൊരു പൂതി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചപ്പം അഭിനയ്ക്ക് എന്ത് വാങ്ങണം നിർബന്ധം. വാങ്ങിച്ചപ്പോൾ ഓക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാനും ഏട്ടനും അഭിയും കൂടി അത് കഴിച്ചു. അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഏകദേശം 10 മണി 10:30 ആയിരിക്കും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അതുവരെ പരിപാടിയൊന്നും തുടങ്ങിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന പോക്കിൽ പൊന്നുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നിർത്തി സംസാരിക്കാനൊന്നും പറ്റിയില്ല. അവൻ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന പോക്കിൽ ഒരു പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു നോക്കണം. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി. പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിലൊന്നും പങ്കെടുത്തില്ല. കുറച്ച് നേരമൊക്കെ അന്ന് അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം 1 മണിക്കായിട്ടുണ്ടാവും സമയം.
അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നൈറ്റ് ഔട്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.